ജിസ്മോളിൻ്റെ കേസിനെ സംബന്ധിച്ചോളം ഇവിടെ ഒരു 2 രീതിയിലാണ് കേസിൻ്റെ ദിശ പോയിരിക്കുന്നത്. അതായത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സത്യസന്ധമായിട്ടൊരു അന്വേഷണം വേണമെന്നും ഈ കേസ് തെളിയിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ഈ കേസ് ഒരു നല്ല അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കൊണ്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണെന്ന് തന്നെ അവർ കാണുന്നു. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ജിമ്മിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മെമ്പറായിരുന്നു ഈ നല്ല ചിന്തയുള്ള ആൾക്കാർ. അവരെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെല്ലാം യവന്മാർ മാറ്റി. ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിയെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോട് പ്രവർത്തിക്കുകയും, അതല്ല ജിമ്മിക്ക് വേണ്ടിയല്ല ജിസ്മോളിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് സാധാരണപ്പെട്ടവരെ ബോധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു ഗ്രൂപ്പായി ഇത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. എന്താ, CCTV ഫോട്ടോ ആദ്യം ഇട്ടു, അത് ഫേക്കാന്ന് കണ്ടതിന് ശേഷം പിന്നെയും CCTVയുടെ വീഡിയോ ഇട്ടു, അതും ഫേക്കാന്ന് കണ്ടു. അതിനുശേഷം ഈ ഗ്രൂപ്പിനകത്ത് പല ആൾക്കാരുകൾ, പ്രിൻസ് അവരവരൊക്കെ പറയുന്നതായിട്ടുണ്ട്, വല്ലവരും കണ്ടിട്ടുണ്ടോ ഈ ജിമ്മിയെ കൊണ്ട് ശവയിടുന്നത്. അതായത് ജിമ്മിയെ സൈഡ് പിടിച്ചുള്ള സംസാരം. അതിൻ്റെ അവസാനമായിട്ട് കേരളീയം ചാനല് കാണിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുപരി ഇവിടെ ഒരു ഫേക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നത് കോസ് ഓഫ് ഡെത്ത് ഡ്രൗണിങ് ഡെത്താണെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ജിമ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഫേക്കായിട്ടുള്ള ഒരു ന്യൂസിൻ്റെ ഓളം സൃഷ്ടിക്കുക എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. തന്മൂലം കേസിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കൺസിഡറേഷൻ. ഇതിനോടുപരി ഇവിടെ പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ, കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസിൻ്റെ അട്ടിമറി എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഫേക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന്. അതിനെയൊക്കെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കണം. ഇതിനകത്ത് എന്തൊക്കെയോ വ്യക്തമായിട്ടുള്ളൊരു കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ ജോലിക്കാരിയുടെ വിഷയം തൊട്ട് നമുക്ക് എടുത്തു നോക്കാം. ജോലിക്കാരി ഈ നിമിഷം വരെ വന്ന് ഒരക്ഷരവും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അതിൻ്റെ പിന്നിൽ തന്നെ ഒരു കള്ളത്തരമുണ്ട്. ഇവർ പോരാത്തതിന് ഇവർ ജോലിക്കൊന്നും പോകുന്നുമില്ല. അപ്പം ഇവരുടെ സോഴ്സ് എവിടെ നിന്നാണ്? ഇവർക്ക് എവിടെ നിന്ന് പൈസ വരുന്നു? ഇതെല്ലാം ഇതിനകത്തൊരു ചോദ്യം തന്നെയാണ്. സോ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിലവിൽ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം ഈ ഒരു കേസിന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.